ഹലോ ഫ്രണ്ട്സ്, ഒരു അധ്യാപന ജോലി ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഏറെ നാളായി കാത്തിരുന്ന HSST കൊമേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മുതൽ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. ജൂലൈ 17 തീയതി വരെ ഈ പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്കിടയിൽ ഈ തസ്തികയുടെ യോഗ്യതയായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ട്. ആ ഡൗട്ട്സ് എല്ലാം ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഈ തസ്തികയിലേക്ക് നടന്ന അഡ്വൈസ് എത്രയും, അതുപോലെ ലാസ്റ്റ് എക്സാമിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കാറ്റഗറി നമ്പർ 127/2024 പ്രകാരമാണ് PSC ഈ തസ്തികയിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ HSST കൊമേഴ്സിന്റെ വരുന്നത് 45,600 രൂപ മുതൽ 95,600 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റ് വേക്കൻസിയിലോട്ടാണ് PSC ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 140ഓളം അഡ്വൈസ് പോയ ഒരു തസ്തികയാണ് HSST കൊമേഴ്സിൻ്റെത്. അപ്പോൾ ഇനിയും നമുക്ക് 140-ലധികം അല്ലെങ്കിൽ അത്രത്തോളം തന്നെ അഡ്വൈസ് പോകാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് HSST കൊമേഴ്സിൻ്റെത്. സോ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവാം. അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 40 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന കാറ്റഗറീസ് ആയ OBC, SC, ST തുടങ്ങിയ കാറ്റഗറീസിന് അതത് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരുപാട് ആശങ്കകൾ ഉള്ളത്. അതായത് നമ്മളോട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, MCOM ഉണ്ടെങ്കിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമോ, അതുപോലെ MCOM-ഉം BEd-ഉം ഉണ്ടെങ്കിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങളാണ് നമ്മളോട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ ഒരു മറുപടിയാണ് ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് PSC എന്നിരിക്കുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൺസേൺ സബ്ജക്ട് വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്സ്. അതായത് നിങ്ങൾക്ക് MCOM 50% മാർക്കിൽ കുറയാത്ത ഒരു MCOM പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ BEd ഇൻ ദ കൺസേൺ സബ്ജക്റ്റ്, അതായത് കൊമേഴ്സിലുള്ള BEd, അതാണ് PSC പറയുന്ന മറ്റൊരു ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് പാസ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് സെറ്റ് നിങ്ങൾ പാസ്സായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 ബേസിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കുറച്ച് എസംഷൻസ് ഒക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇൻ ദ ആബ്സെൻസ് ഓഫ് പേഴ്സൺസ് വിത്ത് BA ഡിഗ്രി ഇൻ ദ കൺസേൺ സബ്ജക്ട്, BA degree acquired in the concerned faculty are specified in the acts and statutes of any of the universities in Kerala. അതായത് നിങ്ങൾക്ക് BA ഡിഗ്രി കൺസേൺ സബ്ജക്റ്റിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കൊമേഴ്സിൽ BA ഡിഗ്രി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കൊമേഴ്സിൽ BA ഡിഗ്രി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് കൊമേഴ്സിൽ BA ഡിഗ്രി ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ മാത്രമായിരിക്കും. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ വരാൻ സാധ്യതയില്ല. കാര്യം കൊമേഴ്സിൽ BA ഡിഗ്രി ഉള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ പോയിന്റായിട്ട് PSC പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ, അടിസ്ഥാന യോഗ്യത എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് MCOM, അതുപോലെ തന്നെ BEd ഇൻ കോമേഴ്സ്, അതുപോലെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കുന്നതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇനി കുറച്ച് നോട്ടിഫിക്കേഷനിൽ ഒരു പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. In the absence of BA degree holder candidates having master's degree with not less than 50% marks and who have passed set will be considered. അതായത് BA ഡിഗ്രി ഹോൾഡേഴ്സിൻ്റെ, അതായത് കൊമേഴ്സിലോ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളിലോ BA ഡിഗ്രി ഹോൾഡേഴ്സിൻ്റെ അഭാവത്തിൽ മാത്രമേ MCOM അതുപോലെ സെറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് MCOM സെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റോട്ട് അപ്ലൈ ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ഇവരുടെ അഭാവത്തിൽ മാത്രം, അതായത് MCOM-ഉം BEd-ഉം ഇല്ലാത്തവരുടെ അഭാവത്തിൽ മാത്രമേ BEd ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ മാത്രമേ നിങ്ങളെ പരിഗണിക്കുന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതുപോലെ ദോസ് ഹു ഹാവ് പാസ്ഡ് ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, അതായത് നമ്മൾ BEd-ന് പകരമായിട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് BEd ക്വാളിഫിക്കേഷൻ വേണ്ടാന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതുപോലെ പേഴ്സൺ ഹു ഹാവ് അക്വയർഡ് MEd ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് MCOM, MEd, സെറ്റ്, ഈ പറഞ്ഞ 3 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ നാലാമതൊരു നോട്ട് പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് MPhil, PhD, അതുപോലെ തന്നെ MPhil ആൻഡ് PhD, അതുപോലെ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ്, ഈ പറഞ്ഞ അധിക യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വെയിറ്റേജ് ലഭിക്കുമെന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് MPhil ആണെങ്കിൽ 2 മാർക്ക്, PhD ആണെങ്കിൽ 4 മാർക്ക്, അതുപോലെ MPhil-ഉം PhD ഉണ്ടെങ്കിൽ 5 മാർക്ക്, അതുപോലെ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ 2 മാർക്ക്.
ഇത് എപ്പോഴാണ് ലഭിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അടിസ്ഥാന യോഗ്യതയായിട്ട് PSC പറയുന്ന യോഗ്യതകളുണ്ടല്ലോ, അതായത് MCOM, അതുപോലെ BEd, സെറ്റ് അല്ലെങ്കിൽ നെറ്റ്, ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ യോഗ്യതയും കൂടെ, അതായത് MPhil, PhD അല്ലെങ്കിൽ MPhilഉം PhDയും അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ വെയിറ്റേജ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ മറ്റു ചില ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇപ്പം MPhil അതുപോലെ തന്നെ PhD ഒക്കെ ഉള്ളവർക്ക് BEd നിന്ന് ഒഴിവാക്കിയ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ അധിക വെയിറ്റേജ് ലഭിക്കുകയില്ല. അതല്ല, PSC പറഞ്ഞ ബേസിക് ക്വാളിഫിക്കേഷൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, അധികമായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വെയിറ്റേജ് ലഭിക്കും. അത് കൃത്യമായിട്ട് ഈ നോട്ടിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി കുറച്ച് എക്സംഷൻസ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒഴിവാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ നോക്കാം. Those person who have passed state level eligibility test for the post college lectures conducted by Government of Kerala are exempted from state eligibility test. അതായത് SLET, സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ ടെസ്റ്റ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് യോഗ്യത വേണ്ട. കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ദോസ് പേഴ്സൺ ഹു ഹാവ് പാസ്ഡ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഓർ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഷാൾ ബി എക്സംപ്റ്റഡ് ഫ്രം പാസിംഗ് ദ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. അതും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അതായത് നിങ്ങൾക്ക് നെറ്റോ അല്ലെങ്കിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ സെറ്റ് യോഗ്യതയിൽ നിന്നും സെറ്റ് യോഗ്യത വേണ്ട. നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ persons with PhD, MPhil, MA degree shall be exempted from passing the state eligibility test provided the MPhil in the concerned subject. നിങ്ങൾക്ക് മനസ്സിലായോ അത്? അതായത് നിങ്ങൾക്ക് PhDയോ MPhilോ BA ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ഡിഗ്രി നിങ്ങൾക്ക് അധികമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെറ്റ് പാസ്സാവണമെന്നില്ല. അപ്പം MPhil, PhD, MA ഡിഗ്രി ഇത്രയും പറഞ്ഞ ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് പാസ്സാവണ്ട. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ വെച്ചാണ് നിങ്ങൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അധികമായ വെയിറ്റേജ് ലഭിക്കുകയില്ല. കാര്യം ആ പറഞ്ഞ ബേസിക് ക്വാളിഫിക്കേഷൻ്റെ കൂടാണ് നിങ്ങൾക്ക് ഈ അധിക യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ആ വെയിറ്റേജ് ലഭിക്കുകയുള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് MPhil, പക്ഷേ അത് കൺസേൺ സബ്ജക്റ്റിലായിരിക്കും. അത് കൃത്യമായിട്ട് പറയുന്നത് MPhil നിങ്ങൾക്ക് കൺസേൺ സബ്ജക്റ്റ്, അതായത് കൊമേഴ്സിൽ കൺസേൺ സബ്ജക്റ്റ്, കൊമേഴ്സിൽ ഉണ്ടെങ്കിൽ MPhil ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെറ്റ് പാസ് ആവണ്ട എന്നൊരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആവുള്ളൂ. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഹു ഹാവ് കംപ്ലീറ്റഡ് 10 years ഓഫ് അപ്രൂവ്ഡ് ടീച്ചിങ് സർവീസ് അറ്റ് ഹൈസ്കൂൾ ലെവൽ, അതായത് നിങ്ങൾ ഹൈസ്കൂൾ ലെവലിൽ 10 വർഷം അധിക എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെറ്റ് പാസ്സാവണമെന്ന് നിർബന്ധമില്ല. അതൊരു ഗവൺമെൻറ് ഓർഡർ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇതാണ് എക്സംഷൻസ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. കുറച്ച് അധിക യോഗ്യതകൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിലെല്ലാം കൺഫ്യൂഷൻ വരുമെന്ന് അറിയാം. എന്നാൽ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്തൊന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് PSC പറഞ്ഞിരിക്കുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ MCOM, BEd, കൊമേഴ്സ്, സെറ്റ്. ഈ പറഞ്ഞ 3 യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഈ പറഞ്ഞ യോഗ്യതയുടെ കൂടാണ് നിങ്ങൾക്ക് MPhilോ PhDയോ അല്ലെങ്കിൽ MPhil ആൻഡ് PhDയോ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പറഞ്ഞ വെയിറ്റേജും കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതല്ല MCOM, BEd, നെറ്റ് കൊമേഴ്സ്, അതായത് സെറ്റിന് പകരം നെറ്റാണ് നിങ്ങൾക്ക് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റോട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ MCOM, BEd, സ്ലെറ്റ്, അതായത് സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ പറഞ്ഞ 3 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഇനിയും MCOM, BEd, MEd, അപ്പോൾ അവിടെ എന്തൊഴിവായി? സെറ്റ് ഒഴിവായി. അതായത് MEd ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് യോഗ്യത ആവശ്യമില്ല. അതുപോലെ MCOM, BEd, PhD, കൊമേഴ്സ്, ഈ പറഞ്ഞ 3 യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ആവശ്യമില്ല? സെറ്റ് ആവശ്യമില്ല. അതുപോലെ MCOM, BEd, MPhil, കൊമേഴ്സ്, ഇതാണ് നിങ്ങളുടെ യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഇവിടെ സെറ്റ് ആവശ്യമില്ല. ഇനി MCOM-ഉം MEd ഉണ്ടെങ്കിലും, എന്താണ് MCOM-ഉം MEd ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടും യോഗ്യതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഈ തസ്തികയുടെ യോഗ്യതയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റിനും നമ്മൾ റിപ്ലൈ തരുന്നതാണ്. ഇനി നമുക്ക് ഈ തസ്തികയിലേക്ക് ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. എന്തിനാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കോമ്പറ്റീഷൻ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 2017 HSST കൊമേഴ്സിൻ്റെ ലാസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്. അന്ന് പരീക്ഷയൊക്കെ നടന്ന റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 13/4/2021. അതായത് 2024 ഏപ്രിലോടെ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത് 19 മാർക്കായിരുന്നു. അതുപോലെ 784, അതായത് പരീക്ഷ എഴുതി ഓൾമോസ്റ്റ് ആൾക്കാരെയും ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 784 ആളുകളായിരുന്നു അന്നത്തെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്.
അതുപോലെ ഫസ്റ്റ് റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിക്ക് 40 മാർക്കാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടോ ഈ പോസ്റ്റിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ മാർക്ക് വരുന്നത്. അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ അഡ്വൈസ്, എത്ര അഡ്വൈസാണ് കഴിഞ്ഞ പ്രാവശ്യം പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 140 അഡ്വൈസാണ് കഴിഞ്ഞ പ്രാവശ്യം PSC തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഓപ്പൺ കോമ്പറ്റീഷൻ 100 വരെ റാങ്ക് ഉള്ളവർക്ക്, അത് ജനറൽ ആയിക്കോട്ടെ മറ്റ് കാറ്റഗറികളായിക്കോട്ടെ, 100 വരെയുള്ളവർക്ക് കൃത്യമായിട്ട് അഡ്വൈസ് പോയിട്ടുണ്ട്. ബാക്കി റിസർവേഷൻ ഉള്ള കാറ്റഗറീസിൻ്റെ അഡ്വൈസ് വരെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കഴിഞ്ഞ പ്രാവശ്യം 784 ഉദ്യോഗാർത്ഥികളെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത്രത്തോളം ആൾക്കാരെ ഉൾപ്പെടുത്തണമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാര്യം കഴിഞ്ഞ അഡ്വൈസ് പറഞ്ഞാൽ 140 അഡ്വൈസാണ് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നിലവിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയിലോട്ടാണ് PSC നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒന്നെങ്കിൽ നിലവിലുള്ള വേക്കൻസിക്ക് ആനുപാതികമായിട്ടായിരിക്കാം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ അഡ്വൈസിന് ആനുപാതികമായിട്ടായിരിക്കാം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രത്തോളം ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നില്ല. സോ കോമ്പറ്റീഷൻ ലെവൽ നല്ല രീതിയിൽ ഉയരാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. സോ നല്ല രീതിയിൽ നിങ്ങൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ച് മുന്നേറി പോകേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഏണസ്റ്റ് അക്കാദമിയിൽ HSST കോമേഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീമിയം ബാച്ച് ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതായത് റെക്കോർഡ് ക്ലാസ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് വെർഷൻ. അപ്പോൾ ആ ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിൻ്റെ റെക്കോർഡ് വെർഷൻ മാത്രമായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആക്കുക. അല്ലാതെ കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഈ കോഴ്സിലൂടെ ലഭിക്കുക. നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിലെ ഓരോ പോർഷനും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് ഡയറക്റ്റ് ഫാക്കൽറ്റിയോട് തന്നെ ചോദിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. അത് മാത്രമല്ല ഓരോ മൊഡ്യൂളും കംപ്ലീറ്റ് ആയതിനു ശേഷം റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിലുണ്ടാകുന്ന ഡൗട്ട്സ് എല്ലാം ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ റിവിഷൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഫാക്കൽറ്റിയോട് ചോദിക്കാനുള്ള ഒരു അവസരവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അത് മാത്രമല്ല എക്സാം എന്നാണോ അന്ന് വരെ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ടൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് നമ്മൾ ഉറപ്പായും എൻഷുർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മോഡൽ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റ്, അസസ്മെൻറ്റ് ടെസ്റ്റ് തുടങ്ങി ധാരാളം ടെസ്റ്റുകളാണ് നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം വാട്സാപ്പ് കമ്മ്യൂണിറ്റിയും ഈ കോഴ്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തസ്തികയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതിനെല്ലാം നമ്മൾ കൃത്യമായിട്ട് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ HSST കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.